Hi dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 അക്കൗണ്ടിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നാലാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു. 2023 മാർച്ച് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ എൻറ്റേർഡ്. അസറ്റ് കടത്തിന് വിറ്റു, അത് ഏത് ബുക്കിലാണ് കാണിക്കുക എന്നുള്ളതാണ്. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇവിടെ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ആണ് തന്നിട്ടുള്ളത്. സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ ഏത് ബുക്കിലാണ് കാണിക്കുക എന്നുള്ളതാണ്. അസറ്റ് സോൾഡ് ആണ്, കടത്തിന് വിറ്റതാണ് അസറ്റ് ആണ്. അസറ്റ് നമ്മുടെ ഗുഡ്സ് ഒക്കെ കടത്തിന് വിൽക്കുമ്പോൾ നോർമലി നമുക്ക് സെയിൽസ് ബുക്കിൽ എഴുതാറുണ്ട്. ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോൾ മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എങ്കിലും ഇതൊന്നും എഴുതാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എഴുതേണ്ടത് ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, then enter the following transaction in purchase journal of July. പർച്ചേസ് ജേണൽ, അതായത് പർച്ചേസ് ഡേ ബുക്കിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഈ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2023 മറ്റൊരു ക്വസ്റ്റ്യൻ. അതിൽ പറയുന്നു കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്തിട്ടുണ്ട് ജൂലൈ 1 സൂര്യ ട്രേഡേഴ്സിൽ നിന്ന്. എന്തെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 20 ബോയ്സ് വാച്ച് at rupees 180 each, 30 kids sunglass at rupees 240 each, 10% ട്രേഡ് ഡിസ്കൗണ്ടും അങ്ങനെ തന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ. ജൂലൈ 1 നടന്ന ട്രാൻസാക്ഷൻ അതാണ്. ദെൻ ജൂലൈ 12 വീണ്ടും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫ്രം മായ ഏജൻസീസ്. അപ്പൊ 15 ലേഡീസ് വാച്ച് അറ്റ് rupees 200, 10 സ്റ്റോപ്പ് വാച്ച് അറ്റ് rupees 120. ദെൻ ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പൊ അത് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് ആണ്. സിമ്പിൾ ആണത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മളെ പർച്ചേസ് ഡേ ബുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഡേറ്റ് ഇതാ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ ഡേറ്റ് കോളം, ജസ്റ്റ് ഒരു ഡേറ്റ് കോളം. അതേപോലെ തന്നെ ഒരു ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യനിലുണ്ട്, ഇതൊന്നും അത്ര മസ്റ്റ് അല്ല. നെക്സ്റ്റ് നെയിം ഓഫ് സപ്ലയർ, ദെൻ LF, എമൗണ്ട്. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ഡേറ്റ് കോളും നെയിം ഓഫ് സപ്ലയറും എമൗണ്ട് കോളും നോർമലി നമ്മൾ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൂര്യ ട്രേഡേഴ്സിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. സൂര്യ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിയപ്പോ നമ്മൾ ജസ്റ്റ് സൂര്യ ട്രേഡേഴ്സ് എന്ന് പേര് കൊടുക്കുന്നു. എന്തെല്ലാം വാങ്ങി? 20 ബോയ് വാച്ച് 180, 20 × 180 3600, 300 × 140 7200. ഓക്കെ, അങ്ങനെ രണ്ടും കൂടി കൂട്ടുമ്പോൾ 10800. ഓക്കെ, ഇവിടെ എഴുതാം 10800, ഇവിടെ എഴുതാം. എന്നിട്ട് ഡിസ്കൗണ്ട് ഉണ്ട്, അത് കുറക്കുക. നമുക്ക് ഡിസ്കൗണ്ട് കുറക്കുക 10%. 10800ന്റെ 10% 1080. അത് കുറച്ചിട്ട് 10800ന് 1080 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് 9720 ഇങ്ങോട്ട് എഴുതേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 10800 നമ്മൾ വാങ്ങിയെങ്കിലും ടോട്ടൽ സാധനങ്ങൾ നമ്മളിവിടെ വാങ്ങിയെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായത് കൊണ്ട് ആ ഡിസ്കൗണ്ട് കൂടെ കുറച്ച എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ മായ ഏജൻസി പേര് ചെയ്ത നെക്സ്റ്റ് ട്രാൻസാക്ഷൻ മായ ഏജൻസി. 15 ലേഡീസ് വാച്ച് 200 രൂപക്ക്, 10 സ്റ്റോപ്പ് വാച്ച് 120 രൂപക്ക്. 15 ലേഡീസ് വാച്ച് ഇതാ 15 ലേഡീസ് വാച്ച് 15 × 200 3000, 10 × 120 1200, ടോട്ടൽ 4200. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് കുറക്കുക. ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. രണ്ടും കൂടെ കൂട്ടി ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്ത ബുക്ക് ഇതാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത എമൗണ്ട് ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2023 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് മിക്കവാറും എല്ലാ ഇയർ ക്വസ്റ്റ്യൻസിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, 2021 ജനുവരി ഓപ്പണിംഗ് ബാലൻസ് കയ്യിലുള്ള ക്യാഷ് 8000, അതേപോലെ തന്നെ ബാങ്കിൽ ഒരു 6200 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ജനുവരി 4, 5, 6 അങ്ങനെ ഡേറ്റുകളിൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം
നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത അറിയാം. ക്യാഷ് ബുക്കും ബാങ്ക് ക്യാഷ് കോളവും ബാങ്ക് കോളവും ഉണ്ടാവും. ഞാൻ 2 കോളാണ് ഉണ്ടാവുക അല്ലെ നോർമലി. അപ്പൊ ഡെബിറ്റ് സൈഡിലും ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലും ആ കോളങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എഴുതിയിട്ട് ജസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആണത് അല്ലെ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി ജസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷും ബാങ്കും നിങ്ങൾ കൊടുക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് അവിടെ ബാലൻസ് ഇവിടെ നേരിട്ട് ക്യാഷ് ഇവിടെ കൊടുത്തു, ബാങ്ക് കോളത്തിൽ എമൗണ്ട് കൊടുത്തു. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജേഷ്, രാജേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. അപ്പൊ ജേണൽ എൻട്രി നോക്കിയോ നിങ്ങള്, ക്യാഷ് അക്കൗണ്ട് റെപ്റ്റ് ടു രാജേഷ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു രാജേഷ് എന്ന് ഇവിടെ എഴുതി. ഇവിടെ ക്യാഷ് ആണ്, അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ് ടു രാജേഷ് 4000 നമ്മൾ അങ്ങനെ എഴുതി. അങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത്തരം ജേണൽ എൻട്രി ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ് ഇവിടെ നമ്മളെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലെ, ഈ ഒരു ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി. അപ്പൊ അത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതുന്നു. അപ്പോ ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിലും ഇവിടെ ബാങ്ക് എന്ന് എഴുതിയിട്ട് അത് ക്യാഷ് കോളത്തിലും കാണിക്കുക. 2 ഭാഗത്തും കാണിക്കണം. ഇത് കോൺട്രാ ജേണൽ എൻട്രി ആണ്, കോൺട്രാ എൻട്രി അല്ലെ. കോൺട്രാ എൻട്രി 2 ഭാഗത്തും ഉണ്ടാവും. കാരണം ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ 2 ഡെബിറ്റ് സൈഡിലും കാണിക്കും, ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. കാരണം ഇവിടെ 2 കോളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ദെൻ മറ്റൊന്ന് പെയ്ഡ് സാലറി ബൈ ചെക്ക്, ചെക്ക് ഇഷ്യൂഡ് ടു അമാൻ. ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക പ്രോബ്ലം. ഓക്കെ, എന്നിട്ട് എന്റെ ആൻസർ കിട്ടണം നോക്കുക. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, റെന്റ് പെയ്ഡ്, ചെക്ക് റിസീവ്ഡ് ഫ്രം നദീർ, പെയ്ഡ് ഇൻ ടു ബാങ്ക് 5400. നദീറിന്റെ കയ്യിൽ ചെക്ക് കിട്ടി, അതുകൂടെ തന്നെ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ദെൻ ബാങ്ക് ചാർജസ്, വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ ആൻസർ നമ്മളെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ടോട്ടൽ ചെയ്യാം. ബാലൻസിങ് ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ എമൗണ്ട് കിട്ടും. ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾ കേട്ടോ. ദെൻ 2023 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെയിൽസ് ജേണൽ റെക്കോർഡ്സ്. സെയിൽസ് ജേണൽ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ സെയിൽസ് ജേണൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ എന്നുള്ള സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്കിൽ എന്താ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. അതേപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്, അല്ലെങ്കിൽ അതിന് പർച്ചേസ് ജേണൽ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻഡ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും പർച്ചേസ് ബുക്ക് ആണ് അല്ലെ. ഇപ്പോഴും ഈ 2023 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും പർച്ചേസ് തന്നെയാണ്. അതിന് പർച്ചേസ്ഡ് ഫ്രം മേഘ ഇലക്ട്രോണിക്സ്. മേഘ ഇലക്ട്രോണിക്സിന്റെ വാങ്ങിയത് 20 മിനി സൈസ് TV, പിന്നെ ഇയർഫോൺ വാങ്ങിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. നേരത്തെ അതേപോലെ തന്നെ അല്ലെ. അതേപോലെ തന്നെ സെപ്റ്റംബർ 10 സൂര്യ ഇലക്ട്രോണിക്സ് വാങ്ങിയത് 15 സ്പീക്കർ മാത്രമാണ്, ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെപ്റ്റംബർ 18 പർച്ചേസ്ഡ് ഫ്രം നീമ ഇലക്ട്രോണിക്സ്, അവിടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല അല്ലെ. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേഘ ഇലക്ട്രോണിക്സ് 20 × 2500 50,000, 15 × 500 7500, ടോട്ടൽ 57,500 ഇവിടെയാണ് എഴുതുന്നത്. ഡിസ്കൗണ്ട് കുറക്കുന്നു, ഡിസ്കൗണ്ട് കുറച്ചിട്ട് എമൗണ്ട് എത്ര ഇടുന്നു, നമ്മൾ 51,750 രൂപ. ദെൻ സൂര്യ ഇലക്ട്രോണിക്സിന്റെ പേര് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കുറച്ചിട്ട് 8,550 ഇവിടെ എഴുതുന്നു. ഓക്കെ, 15 × 600 9,000, അതിന് ഡിസ്കൗണ്ട് 450, 5%, 8,550. എന്തായാലും നമ്മൾ ഇവിടെ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ കൊടുത്തില്ല. കാരണം എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കണം. ഇത്തരം ചില ട്രാൻസാക്ഷൻസ് ഒക്കെ വരും അല്ലെ, നമ്മൾ ഡൗട്ട് ആക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ കാരണം എന്താ പറയുക, ഇത് ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് നോർമലി നമ്മൾ ഇവിടെ കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമാണ് പർച്ചേസ് ജേണലിൽ അല്ലെങ്കിൽ പർച്ചേസ് ഡേ ബുക്കിൽ കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്യാഷ് പർച്ചേസ് നമ്മൾ ഇവിടെ കാണിക്കാൻ പാടില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്? എന്താ പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്കിന്റെ 2 ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അതിൽ തന്നെ, പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫോർ ദി മന്ത്.
ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ച അതേപോലെ തന്നെ അല്ലെ. അപ്പൊ അതിൽ പെറ്റി ക്യാഷ് ബുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പെറ്റി ക്യാഷ് ബുക്ക് ഇസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെന്റ് വിച്ച് ആർ ടു സ്മോൾ. ചെറിയ എമൗണ്ടുകളുള്ള പേയ്മെന്റുകൾ ഉണ്ടാവും, അത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക്. അതായത് വിച്ച് ആർ ടു സ്മോൾ, 5 രൂപ 10 രൂപ അങ്ങനത്തെ ഒക്കെ. ഓക്കെ, അതാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പൊ ഒരു പെറ്റി ക്യാഷ്യർ ഒക്കെ ഉണ്ടാവും. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. സേവിങ് ടൈം ആൻഡ് എഫേർട്സ് ഓഫ് ചീഫ് കാഷ്യർ. ഒരു മെയിൻ കാഷ്യർ ഉണ്ടാവും നോർമലി ഒരു ബിസിനസ്സിൽ. അപ്പോ മെയിൻ കാഷ്യർ എന്ത് ചെയ്യും, ചീഫ് കാഷ്യർക്ക് എമൗണ്ട് കൊടുക്കും, ഈ പെറ്റി കാഷ്യർക്ക് എമൗണ്ട് കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചെലവഴിക്കും അല്ലെ. അപ്പൊ മെയിൻ കാഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചീഫ് കാഷ്യർക്ക് കുറച്ച് എഫേർട്ട് കുറക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്, സേവിങ് ഓഫ് ടൈം ആൻഡ് എഫേർട്സ് ഓഫ് ചീഫ് കാഷ്യർ. Then effective control over cash disbursement, the easiness in posting. Okay, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ ഇതേപോലെ തന്നെ കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ്, പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ഗുഡ്സ്, അങ്ങനെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യും. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ഇതിലും കോൺട്രാക്ട് ജേർണൽ എൻട്രീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി ഒക്കെ ഇങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ അത് നമുക്കൊരു ഐഡിയ കിട്ടൂല. സോ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക സ്വന്തമായിട്ട്, പ്രീവിയസ് ആണല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.